നമ്മളിന്ന് കുറച്ച് പരല് പിടിക്കാൻ വേണ്ടി ഇറങ്ങിയാണ്ടാ. ഓൾറെഡി ഫിഷിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ജസ്റ്റ് ലൂറിട്ടൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കുന്ന ഇവിടെ വാലാത്തേനെ കണ്ടായിരുന്നു. അതല്ലെങ്കിൽ നമ്മൾ കൈത്തീറ്റിട്ടിട്ട് പരല് പിടിക്കും. പരല് വള്ളത്തെ അങ്ങനത്തെ ചെറുവക മീനെ പിടിക്കാൻ ഇറങ്ങിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കാണിച്ചു തരാം ബാക്കി പിടിക്കുമ്പോൾ. ഇവിടെ ലൂറും അടിക്കുന്നില്ല കേട്ടോ. അതായത് വള്ളത്തേക്ക് പിന്നാലെ വരണേ ഓൾറെഡി കിട്ടിയോ. പിന്നെ ഇവിടെ ചണ്ടിയുള്ള കാരണം ഒരുപാട് ലോങ് കാശ് ചെയ്യാനും പറ്റില്ല കേട്ടോ. നിറച്ച് ചണ്ടിയാണ്, അപ്പോൾ അതിൽ ഉടക്കാൻ സാധ്യതയുണ്ട്. ലൂറ് അത്യാവശ്യം നല്ല ആക്ഷനുള്ള ലൂറാണ് കേട്ടോ. നല്ല ആക്ഷൻ ലൂറാണ്. പള്ളത്തെയാണ് ഫോളോ ചെയ്ത് വരണേ കേട്ടോ. വേറെ കുറുവ പരലിനൊന്നും കാണാനില്ല, വാലാത്തറ അങ്ങനെയൊന്നും കാണാനില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ലൂറിൽ പരിപാടി നടക്കില്ല. അപ്പോൾ നമുക്ക് കൈത്തീറ്റയിൽ പിടിക്കാൻ പറ്റും നോക്കാം. മൈദയിൽ കിട്ടും നോക്കാം. അതുപോലെ നമ്മൾ മണ്ണിൽ എടുത്തിട്ടുണ്ടോ വള്ളത്തിന് പിടിക്കാൻ. എങ്കിലും കുറച്ച് പൊടിമീൻ കിട്ടുമോ നോക്കാം നമുക്ക് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ മൈദയും പല്ലറ്റും കൂടിയിട്ട് സെറ്റാക്കിയിട്ട് മഞ്ഞപ്പൊടി കിട്ടും. അപ്പോൾ നമുക്കത് ഇട്ട് നോക്കാം. പരല് കിട്ടുമോ നോക്കാം കേട്ടോ. വള്ളത്തിനെ കിട്ടണമെങ്കിൽ അരയിട്ട് കഴിഞ്ഞാൽ കിട്ടും. വള്ളത്തിന് നമുക്ക് ലാസ്റ്റ് നോക്കാമെന്ന് വെച്ചിട്ടാ. ഫസ്റ്റ് തന്നെ നമുക്കിത് ഒരു പരല് കിട്ടിന് കേട്ടോ. കുറുവ പരല്, അതേപോലെ തന്നെ വാലിപ്പരല് എന്നൊക്കെ പറയും. ഇതാണ് ഐറ്റം. നമ്മൾ ഇവനെ തന്നെ പിടിക്കാൻ വന്നതാണ് കേട്ടോ. കുറച്ച് വെള്ളത്തിൽ പിടിക്കും കേട്ടോ. അയ്യോ, അപ്പോൾ നമുക്ക് അടുത്തൊരു പരലിനെ കിട്ടിയിട്ടുണ്ട്. അവൻ ഇപ്പോൾ പോവും. ഭാഗ്യം കിട്ടി, അവനെ കിട്ടിയില്ല കേട്ടോ. കാറ്റായാലും ചൂണ എറിയുമ്പോൾ കറക്റ്റായിട്ട് വീഴുന്നില്ല. അപ്പോൾ നമുക്ക് അടുത്തൊരു പരലിനെ കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവനെ കൂടി പുറത്തിലാട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി പിടിക്കണം കേട്ടോ. അടുത്ത് കിട്ടിയിട്ടുണ്ട്. അവൻ ചെറുതാട്ടോ. കുഞ്ഞനാണ്. നമ്മൾ ഊരിയിട്ടല്ലേ ചാവുള്ളൂ. കുളത്തിൽ പെട്ട് കഴിഞ്ഞാൽ പരല് പെട്ടെന്ന് ചാവൂട്ടോ. നമ്മളവനെ എടുക്കുകയാണ്. പിന്നെ നമുക്ക് ചെറുതിനൊക്കെ നമുക്ക് വെട്ടി ചൂണ്ടിലിടാൻ നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അതിനാണ് ചെറുതിനെ പിടിക്കുന്നത്. വലുതിനെ നമ്മൾ വറക്കെടുക്കും. മഴ വരുന്നുണ്ട്. നല്ല മഴ ലക്ഷണം കാണാണ്ട്. കാരണം ഇവിടെ നമ്മൾ പരമാവധി ചാവാണ്ട് കിട്ടുമെന്ന് നോക്കും. ചത്ത് കഴിഞ്ഞ് നമ്മൾ വറക്കെടുക്കും. ഇല്ലെങ്കിൽ നമുക്ക് അത് കുപ്പി ചൂണ്ടിൽ വെട്ടാൻ വേണ്ടിയിട്ട് എടുക്കും കേട്ടോ. അവനെ വേദനിപ്പിക്കാണ്ട് കൂരി വെള്ളത്തിലിട്ട് വയ്ക്കും. ചാവാണ് നമ്മൾ വറക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ചൂണ്ടിൽ നിർത്തിയില്ല കേട്ടോ. നമുക്ക് ഇത്ര നേരം കൊണ്ട് കിട്ടിയിട്ടുള്ളതാണത് പള്ളത്തിയതും. പിന്നെ അത് മാത്രമല്ല, നമ്മൾ കുപ്പി ചൂണ്ടിലിടാൻ വേണ്ടിയിട്ട് പള്ളത്തിനെ കുറച്ച് കണ്ട ജീവനോടെ ആക്കി വെച്ചിട്ടുണ്ട്. കണ്ട ഇതിലൊരു 10 വെള്ളത്തിൽ 10-12 വെള്ളത്തിൻ്റെ കേട്ടോ. അപ്പോൾ ഇതിൽ ചാവണനൊക്കെ നമ്മൾ വറക്കാടുക. നല്ല ലൈനിലാണ് എടുത്ത് വെച്ചാണ് കേട്ടോ. അച്ഛന്മാരെ, അപ്പോൾ അത് നമുക്കിന്ന് കിട്ടിയ മീൻ ഇതാണ് കേട്ടോ. അതായത് മഴ പെയ്ത് തുടങ്ങിയപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോന്നു. അതാണ് അവിടെ വെച്ച് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ വീട്ടിൽ വന്നത് ചെളിക്ക് കഴുകി കളഞ്ഞിട്ട് കോറമ്പിലാക്കിയിട്ട് കാണിക്കുന്നത്. പണ്ടൊക്കെ നമ്മൾ മീൻ കിട്ടുമ്പോൾ ഇങ്ങനെ കൊണ്ടുവരുന്ന കേട്ടോ. അപ്പോൾ ഇതിൽ മെയിനായിട്ട് പള്ളത്തി, അതേമാതിരി പൂവാലിപ്പരല്, പിന്നെ നമ്മുടെ കുളപ്പരല് എന്ന് പറഞ്ഞൊരു പരല്. ഈ 3 ഐറ്റമാണ് ഉള്ളത്. നമുക്ക് ഇത്ര മീൻ കിട്ടിയിട്ടുണ്ടോ. ഇത് വറുത്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്നും രാവിലും വാളയാണ് നമുക്ക് കിട്ടണം. അപ്പോൾ അതായത് നമ്മൾ വെറൈറ്റി ആയി ഇവിടെ ഇങ്ങനെ ചെയ്താണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.